എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ബാലശങ്കരം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ബാലശങ്കരത്തിന്റെ 10ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കും തുടർന്നുള്ള കാര്യങ്ങൾക്കുമായി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ഉഷേട്ടത്തി കേൾക്കുന്നില്ലേ? കേട്ടു. നമ്മളെ ഒരു കൊച്ചു കുഞ്ഞ് എന്നെ വിളിക്കുകയായിരുന്നു നമ്മുടെ ബാലശങ്കരത്തില്, അതുകൊണ്ടൊന്നായത്. ഹരി ഓം. ജയശങ്കര. എല്ലാരും ജയശങ്കര പറഞ്ഞേ ഒന്ന് ഉഷാറായിട്ട്. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സനാതന ധർമ്മശാസ്ത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കായിട്ട് നടത്തുന്ന ബാലശങ്കരം എന്ന ഈ തുടർ പഠന പരിപാടിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സാദര നമസ്കാരം. നമുക്ക് ഇന്ന് പുതിയൊരു അതിഥിയുണ്ട്. നമ്മള് 12 ക്ലാസ്സുകളായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠന പരിപാടി പ്രൊഫസർ സരിത അയ്യർജി ഇവിടെ എടുത്തു. അതിനുശേഷം 2ാമത്തെ സെഷനായിട്ട് ഇത് 10ാമത്തെ ക്ലാസ് ആണ്. ഒരു മാസത്തില് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച രാത്രി 8 മുതൽ 9 വരെയാണ് സാധാരണ നടത്താറുള്ളത്. ഈ ഒരു മാസം മാത്രമാണ് ഇങ്ങനെ 2ാം ശനിയാഴ്ചയായി പോയത്. എല്ലാ പ്രാവശ്യവും 1ാം ശനിയാഴ്ച രാത്രി 8 മുതൽ 9 വരെയാണ് നമ്മുടെ ബാലശങ്കരം. നിങ്ങൾ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണം. 1 മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം, ഇന്നത്തെ പരിപാടി ഐശ്വര്യമായിട്ട് നമുക്ക് തുടക്കം കുറിക്കാം. അതിനായിട്ട് ശാന്തി മന്ത്രത്തോടെ നമുക്ക് ആരംഭിക്കാം. ശാന്തി മന്ത്രം ചൊല്ലുന്നതിലേക്ക് നിരഞ്ജൻ ജിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഓൺ ചെയ്ത് ഓഡിയോയും ഓൺ ചെയ്ത് ശാന്തി മന്ത്രം ചൊല്ലാം. നമസ്തേ. ജയശങ്കര. ഓം സഹനാവവധു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കര. വളരെ സന്തോഷം മോനെ. ശാന്തി മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് സഹനാവവധു, നമ്മളെല്ലാവരും ഒന്നിച്ചാവട്ടെ, ഒന്നിച്ച് ഭുജിക്കട്ടെ, നമ്മളുടെ വീര്യം ഒന്നിച്ചാവട്ടെ, നമ്മളുടെ ബലം ഒന്നിച്ചാവട്ടെ, നമ്മളെല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ തുടങ്ങുമ്പോൾ അടുത്തതായി ഗുരുവന്ദനത്തിലേക്ക് പോകാം. ഗുരുവന്ദനം നടത്തുന്നതിലേക്ക് സദാശിവ സമാരംഭം എന്ന ഗുരുവന്ദനം നടത്തുന്നതിലേക്ക് അമൃതവർഷിണിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അമൃതവർഷിണി. നമസ്തേ. ജയശങ്കര. ഓം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. വളരെ സന്തോഷം പോലെ. ഗുരുപരമ്പരയിൽ അടുത്തതായി ശ്രുതി സ്മൃതി പുരാണാനാം എന്ന സ്തുതി ചൊല്ലുന്നതിലേക്ക് ശ്രീരേണുവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീരേണു. ജയശങ്കര. ഓം ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത് പാദശങ്കരം ലോകശങ്കരം. ജയശങ്കര. ജയശങ്കര. നമസ്തേ മോളെ. സന്തോഷം. അടുത്തതായി ശങ്കരം ശങ്കരാചാര്യം എന്ന് തുടങ്ങുന്ന
ഗുരുവന്ദനത്തിലേക്ക് അർച്ചിതിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓം നമസ്തേ. ജയശങ്കര. ഓം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭവദന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം മോനെ. ഗുരുപരമ്പരകളുടെ അനുഗ്രഹത്തിന് ശേഷം നമ്മുടെ കാര്യപരിപാടികൾ യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ നടത്തുന്നതിലേക്ക് ആ ഗണേശനെ സ്തുതിക്കുന്നതിന് വേണ്ടി ഗണപതി വന്ദനത്തിനായി രുദ്രാണിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ചൊല്ലിയാട്ടോ മോനെ. നമകായ സൂര്യകോടി സമപ്രഭ നവിഘ്നം ഗുരവേ ദേവ സർവകാരേതു സർവകാ. വളരെ സന്തോഷം കുഞ്ഞേ. അക്ഷരം കൂട്ടിച്ചൊല്ലാൻ പ്രായമായില്ലെങ്കിലും ആ നാക്കുകൊണ്ട് ഭഗവാൻ ഗണപതി ഭഗവാനെ സ്തുതിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. വളരെ സന്തോഷം. അടുത്തതായിട്ട് ജയശങ്കര. അടുത്തതായി സരസ്വതി വന്ദനമാണ്. സരസ്വതി വന്ദനത്തിനായി ആരുഷ് മോനെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ ജയശങ്കര. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ജയശങ്കര. വളരെ സന്തോഷം കുഞ്ഞേ. അടുത്തതായി വിദ്യാദേവതയെ ധ്യാനിച്ചു കഴിഞ്ഞ് മാതാപിതാ ഗുരു ദൈവമെന്നാണല്ലോ, ആ മാതാവിനെ തന്നെ നമുക്ക് സ്തുതിക്കാം. മാതൃവന്ദനത്തിനായി അഭിഷേക് കെ പ്രമോദിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ ജയശങ്കര. മാതൃവന്ദനം. ഓം ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുജ്യം തനുശോഷണം മലമയി ശയ്യാച സംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യ ക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയ തസ്യേ ജനന്യൈ നമഃ. നമസ്തേ കുഞ്ഞെ. വളരെ സന്തോഷം. മാതാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് നമുക്ക് പിതൃവന്ദനം കൂടി നടത്താം. പിതൃവന്ദനത്തിനായി അഭിമന്യു കെ പ്രമോദിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ ജയശങ്കര. അഖിലാനപരാന്മേ ക്ഷമസ്സ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. ജയശങ്കര. വളരെ സന്തോഷം. വളരെ സന്തോഷം മോനെ. അങ്ങനെ പ്രധാന സ്തുതികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒരുപാട് സ്തുതികളിലൂടെ നമ്മൾ പോയിട്ടുണ്ട് കഴിഞ്ഞ 10 ക്ലാസ്സുകളിലായിട്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ട് നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് ബാലശങ്കരത്തിലെ കുഞ്ഞുങ്ങളുമായിട്ട് സംവദിക്കുന്നതിനും കുറച്ച് നേരം ഉല്ലാസമായി അവരുടെ മാനസികവും ബുദ്ധിപരവുമായ ഉണർവിന് വേണ്ടി അവരോട് സംവാദം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഒരു അതിഥി കൂടിയുണ്ട്. നമുക്ക് ആ അതിഥിയെ സ്വാഗതം ചെയ്യണമല്ലോ, വേണ്ടേ? അതിഥിയെ സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ ശ്രീനിധിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ ജയശങ്കര. വീഡിയോ ഓൺ ചെയ്യണം മോനെ, ചെയ്യാമോ? ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാലശങ്കരം എന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കുട്ടികളിൽ സനാതന ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന തുടർ പഠന പരിപാടിയാണിത്. ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ വിജേഷ് രാമൻ അവറുകളാണ്. നാവികസേനയിൽ നിന്നും വിരമിച്ച് അദ്ദേഹം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നു. നല്ലൊരു കലാകാരനും മികച്ച പ്രാസംഗികനുമായ ശ്രീ വിജേഷ് രാമൻ അവരുകളെ ബാലശങ്കരത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം മോനെ. ജ്യോതിഷ് ജി.
വളരെ സന്തോഷം, അഭിമാനം, ഒപ്പം അഭിമാനവും തോന്നുന്നു. ഉഷേട്ടത്തി, നല്ലൊരു ബാലശങ്കരത്തിന്റെ ക്ലാസ്. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ ഈ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. കാരണം നമ്മളുടെ ന്യൂ ജനറേഷൻ, എന്താ പറയുക, സനാതന ധർമ്മത്തെയും അതിൽ പൈതൃകത്തെയും നമ്മുടെ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു, അല്ലെങ്കിൽ സാധിക്കുന്നു. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രചോദനമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് വളരെ അഭിമാനം തോന്നുന്ന ഒരു പരിപാടി തന്നെയാണ് ബാലശങ്കരം. കുട്ടികളാണ് നാളെയുടെ അതല്ലേ നാളെയുടെ എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ എന്താ പറയാ, ഇത് തന്നെ ഭാരതത്തിന്റെ ഭാവി അവരുടെ കൈകളിലാണ്. ശരിക്കും ഞാൻ ആ ഒരു ഇതിന്റെ ബേസിൽ, കാരണം ഈ കുട്ടികളെ എല്ലാവരും കണ്ടപ്പോൾ ഞാൻ വളരെ ത്രില്ലിലാണ്. കാരണം വളരെയധികം എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത്, എല്ലാവരോടും ഒരു അഭ്യർത്ഥന, വീഡിയോ ഓൺ ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് എല്ലാവരെയും കാണുക, പരിചയപ്പെടുക. ഇത് ആദിശങ്കര ഫൗണ്ടേഷന്റെ ബാലശങ്കര കുടുംബമാണ്. നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തൊരുമിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടി ഞങ്ങൾ നാളെ ഒരുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പരിചയപ്പെടുകയും സ്വയം പരിചയപ്പെടുകയും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുകയും ഒക്കെ വേണം. നമുക്ക് അങ്ങനെ ഒരു ഇന്ററാക്ഷനിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വളരെ സന്തോഷം വിജേഷ് ജി. വളരെ അങ്ങയുടെ ഈ ഒരു വിലപ്പെട്ട സമയം, അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ആശുപത്രിയിലാണ്, പനിയായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സമയം കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 10-15 മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹം ഇവിടെ ചെലവഴിക്കും. തീർച്ചയായിട്ടും വിജേഷ്, വളരെ സന്തോഷം അങ്ങേ ഈ വേദിയിൽ കാണാൻ സാധിച്ചത്. ജയശങ്കര. ഞാൻ അതേപോലെ തന്നെ ഈ വേദിയിലേക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള സുരേഷ് ഏട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷന്റെ എല്ലാമായിട്ടുള്ള ജയകൃഷ്ണേട്ടൻ, എല്ലാവരും ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇരുവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓരോരുത്തർ ആദ്യം സുരേഷ് ഏട്ടനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി, അതിനുശേഷം പരിപാടിയിലേക്ക് കടക്കാം. സുരേഷ് ഏട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ബാലശങ്കരം പരിപാടിയിൽ ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള ആളെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരെയും പോലെ കുട്ടികളായിരുന്നപ്പോൾ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എൻ്റെ സഹോദരിയുടെ മകനും കൂടിയാണ്. അമ്മാവനും അനന്തരനുമാണ്. ഞാനിത് അറിഞ്ഞില്ല, പെട്ടെന്ന് ഓർത്തുമില്ലായിരുന്നു. തീർച്ചയായിട്ടും വിജേഷിനെ എനിക്ക് ചെറുപ്പം മുതൽ നന്നായിട്ട് അറിയാം. കഴിവ് തെളിയിച്ചിട്ടുള്ള ആള് തന്നെയാണ്. ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, കാരണം എല്ലാവർക്കും അറിയാം ബാലന്മാരോട് എങ്ങനെ, യുവാക്കളോട് എങ്ങനെ, വലിയ ആളുകളോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ, അവരോടൊത്ത് സമയം ചെലവഴിക്കാൻ, സമയം പോകുന്നത് അറിയാതെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാ കഴിവും കൊടുത്തിട്ടുള്ള ശ്രീ വിജേഷിനെ അമ്മാവൻ എന്ന നിലയിലും ഈ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലയിലും ആദിശങ്കര കുടുംബത്തിന്റെ പേരിലും ഹൃദയംഗമായ സ്വാഗതം ചെയ്യും. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. ഞാൻ അടുത്തതായി ജയകൃഷ്ണേട്ടനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. ജയേട്ടൻ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ശ്രീ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി, അങ്ങ് കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. എനിക്ക് തോന്നുന്നു തിരക്കിലായിരിക്കാം. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ ക്ഷണിക്കാം. ഞാൻ വാമനേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. സമയത്തിന്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട്. ജയശങ്കര, പറഞ്ഞാല് ഞാൻ പലപ്പോഴായി ഈ ബാലശങ്കരത്തിൽ കയറാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഒരു നല്ല ദിവസം അദ്ദേഹം വന്നു. ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാല് അവർ നിഷ്കളങ്കരാണ്. ഉഷപ്പോളം വളരെ മനോഹരമായിട്ട് കഥകളെ പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഞാൻ ആദ്യം സംസാരിക്കണില്ല. 2, 4, 6 വരി ഒരു കൊച്ചു കവിത ചൊല്ലിട്ട് നിർത്തുകയാണ്. സമയമില്ല അറിയാമല്ലോ. കുഞ്ഞുങ്ങളൊന്ന് ചൊല്ലൂ, നിർത്തി ചൊല്ലിത്തരാം. ചൊല്ലാമോ? എല്ലാവർക്കും ചൊല്ലാമോ? കേൾക്കാൻ വയ്യ. എല്ലാവരും ചൊല്ലൂ. എല്ലാരും ഓഡിയോ ഓൺ ചെയ്തിട്ട് ഒപ്പം ചൊല്ലാം. അതെ അതെ, ചൊല്ലാമോ? റെഡി റെഡി. ചെണ്ടുണ്ണിമാരാരു ചെണ്ടയെടുത്തു,
കുണ്ടുണ്ണിമാരാരു ചെണ്ട എടുത്തു കുണ്ടുണ്ണിമാരാരു ചെണ്ട എടുത്തു മണ്ട രണ്ടു കൊടുത്തു മണ്ടയ്ക്ക് രണ്ടു കൊടുത്തു ചെണ്ട കൊണ്ട് ഡുണ്ടുന്നു ഡിണ്ടകം ഡിണ്ടകം ചെണ്ട കരഞ്ഞു കൂടുതൽ ഉണ്ടാവുള്ളൂ തമ്മിൽ രണ്ടു പറയാം. ഡിണ്ടകം ഡിണ്ടകം ചെണ്ട കരഞ്ഞു മാതിരി ചെണ്ടയ്ക്കു നിത്യവും മണ്ടയ്ക്കു കൊട്ട നോട്ടിന്റെ കട്ട നോട്ടിന്റെ കട്ട പോലെ സമയം എടുത്തറിയാം. വല്ലപ്പോഴും കയറി കവിത തരാം. ചിന്തയ്ക്ക് മണമാർക്കാം കൂട്ടുന്ന മാരാർക്കല്ലേ. ജയശങ്കര, നമുക്ക് ഇനിയും കൂടാം. വളരെ സന്തോഷം. പലപ്പോഴും കൂടാം. ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം മാമനേട്ട. ചെറിയൊരു കവിത വളരെ മനോഹരമായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു എക്കോ വരുന്നുണ്ട്. അത് കാരണമായിരിക്കാം. അത് ക്ലിയർ ആയിട്ട് എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു അഭ്യർത്ഥന, ആ ഒരു കവിത നമ്മുടെ ബാലശങ്കര ഗ്രൂപ്പിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ഇതും കൂടിയാവും. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ സന്തോഷം. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറും ഞങ്ങളുടെയൊക്കെ ടീച്ചറും ഗുരുവും കൂടിയായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി. നമസ്കാരം. നമസ്കാരം ജയശങ്കര. എല്ലാവരെയും ഒന്നിച്ചിങ്ങനെ കാണുമ്പോൾ ഈ ക്ലാസ്സിൽ അത്യധികമായ ചാരിതാർത്ഥ്യം, നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ നിങ്ങളേവരും ഉത്തമയായ ഒരു ടീച്ചറുടെ കയ്യിൽ വളരെ സുരക്ഷിതമാണ് എന്നുള്ളത് അതിലും വലിയൊരു സന്തോഷം. അപ്പോൾ നമുക്കേവർക്കും പ്രിയങ്കരിയായ ഉഷയോപ്പോൾ, നമ്മളുടെ എല്ലാം ഉഷയോപ്പോൾ എന്നാണ് വിളിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉഷ ടീച്ചർ, നമ്മളുടെ ഉഷയോപ്പോൾ ഭാരതീയ സംസ്കൃതിയെ വളരെ വേണ്ട രീതിയിൽ കുട്ടികൾക്ക് മനോഹരമായ രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളിതെല്ലാം കേട്ട് അത് എഴുതിയെടുക്കുക. എഴുതണം, വളരെ അനിവാര്യമാണ്. കാരണം റീഡിങ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ, റൈറ്റിംഗ് ആൻ എക്സാക്റ്റ് മാൻ എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. പണ്ട് കുട്ടിക്കാലത്ത് നമ്മളെ ഓരോന്ന് ചൊല്ലി പഠിപ്പിക്കും, അത് കഴിഞ്ഞ് എഴുതി പഠിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയിരുന്നു. അപ്പോൾ ടീച്ചർ പറയുന്നതെല്ലാം കേട്ട് നിങ്ങളത് എഴുതിയെടുത്ത്, നമ്മൾ എംപോസിഷൻ എഴുതാറില്ലേ? ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ട്. ഈ പിൽക്കാലത്താണ് ഈ PhD ഒക്കെ ആവുന്ന നേരത്തെ കമ്പ്യൂട്ടറിൽ ഇരുന്നൊക്കെ മറ്റേതൊക്കെ ഇങ്ങനെ എഴുതിയും എംപോസിഷനും ഒക്കെ എഴുതി ഒരുപാട് ധാരാളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി പഠിക്കുക, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതുമാത്രമല്ല, ശ്രദ്ധയാണ് ഏറ്റവും അനിവാര്യമായിട്ടുണ്ടാവേണ്ടത്. ആ ശ്രദ്ധയോടുകൂടി പറയുന്ന കാര്യങ്ങളെ സസൂക്ഷ്മം പരിശോധിക്കുവാനുള്ള താല്പര്യം. എന്താണ് ഈ പരിശോധിക്കാൻ? സംശയം വരുത്തണം, സംശയം ഉണ്ടാവണം. എനിക്ക് സംശയമില്ല എന്നല്ല, എനിക്ക് സംശയം ഉണ്ടാകണം. അപ്പോൾ പരിശോധന അനിവാര്യമാണ്. അപ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങളെ സശ്രദ്ധം, അപ്പോൾ ആദ്യത്തെ ശ്രദ്ധയാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം, അറിവ് സമ്പാദിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധയോടുകൂടി ടീച്ചർ പറയുന്ന കാര്യങ്ങളെ എഴുതിയെടുക്കുക, പിന്നീട് വിചിന്തനം ചെയ്യുവാൻ വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ പഠനം വളരെ ഭംഗിയാകും, സന്തോഷകരമാകും. പിന്നെ ഈ കാണുന്ന നമ്മൾ ഈ പറയുന്ന ഭാരതീയ സംസ്കൃതി ഒരുപക്ഷെ പലർക്കും കേൾക്കുമ്പോഴൊക്കെ അത്ര വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ എന്നാലും ടീച്ചർ കഥകളിലൂടെ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നു എന്നുള്ളത് വളരെയധികം നല്ല കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല കൂട്ടുകാരായിട്ട് ബാലശങ്കര ഈ ക്ലാസ്സിലൂടെ നല്ല കാര്യങ്ങളെ പഠിക്കുക. ഇത് പഠിച്ചാൽ മാത്രം പോരാ, പ്രചരിപ്പിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം, സ്കൂളുകളിലെല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പം എന്താണ് സനാതന ധർമ്മം തന്നെ?
ലോകത്തിന് മംഗളമേകുന്ന ഒരു ധർമ്മം ശംകരോതി ഇത് ശങ്കര എന്നാണ്. അതാണ് ശങ്കരൻ്റെ നാമധേയം. ശം എന്ന് പറഞ്ഞാൽ മംഗളം. ആർക്ക്? ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളമാണ്. എല്ലാവർക്കും മംഗളം, സന്തോഷം, ആനന്ദം നൽകുന്ന ഒന്നാണ്. അതാണ് നമ്മളുടെ ഒരു ജീവിത രീതി. അപ്പം ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആനന്ദമാണ്. അതുകൊണ്ട് എല്ലാവരും ഭംഗിയായിട്ട്, ഞാൻ കൂടുതലൊന്നും വർത്തമാനം പറയുന്നില്ല, കൊച്ചു കൂട്ടുകാരോടൊപ്പം എനിക്കും 2 വാക്ക് പറയുവാൻ സാധിച്ചപ്പോൾ എൻ്റെ ആ ബാല്യകാലത്തിലേക്ക് ഞാനും ഒന്ന് എത്തിച്ചേർന്ന ഒരു തോന്നലായി എനിക്കുമുണ്ടായി. എല്ലാവർക്കും നന്മ തരട്ടെ. സർവശക്തനായ ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിച്ച് ജീവിതത്തിൽ അത്യുന്നതങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തതായി നമ്മൾ ഇന്നിവിടെ അതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ വിജേഷ് കെ രാമൻ. ഇദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്, എനിക്ക് അറിയില്ലായിരുന്നു എനിക്കറിയാം സുരേഷ് ഏട്ടൻ്റെ അനുദേവനാണെന്ന് അറിയാം. പക്ഷെ പല ചടങ്ങുകളിലും പല വേദികളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കുട്ടികളോടൊത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇത്, കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക, നമുക്ക് പലർക്കും അത് സാധിക്കാറില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളിൽ അപ്പോൾ കളിക്കുമ്പോൾ അവരുടെ കൂടെ കളിക്കാനുള്ള ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ പലപ്പോഴും കണ്ടിരിക്കുന്ന കുട്ടികളോട് ആന കളിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ കളിച്ച് വളരെയധികം തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെയധികം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ കുട്ടികളിലേക്ക് ആരെ വേണം, ഇവിടെ ഒരു ക്ഷേത്രത്തെ എന്നോട് സൂചിപ്പിച്ചിരുന്നു ഒരാളെ കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു മുഖം വിജേഷ് ജിയുടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഈ അങ്കിളിനെ ഇഷ്ടപ്പെടും. വളരെയധികം വളരെ എന്താ പറയുക, ഭാരതീയ നാവികസേനയിൽ ജോലി ചെയ്തിരുന്നതാണ്. അങ്ങനെ ഒരു ഇതുകൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നു. പിന്നെ മുൻ ശബരിമല മേൽശാന്തിയായിട്ടുള്ള ബ്രഹ്മശ്രീ രാമൻ നമ്പൂതിരിയുടെ അത്രശ്ശേരി രാമൻ നമ്പൂതിരി അവരുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം. വളരെ കഴിവിട്ട ഒരു എന്താ പറയുക, സകലകലാ വല്ലഭൻ തന്നെയാണ്. നാടൻപാട്ട് എന്ത് വേണ്ട അദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്ത സംഗതികൾ. നമ്മുടെ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞോളൂ, ഞാൻ കൂടുതൽ ഇതാകുന്നതല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വളരെ സന്തോഷം. വളരെ വിനയത്തോടു കൂടി വിജേഷ് കെ രാമനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടികളുമായിട്ട് ഒന്ന് സംവദിക്കുവാനും ബാക്കിയുള്ള കാര്യത്തിനുമായി ഉഷേട്ടത്തെയും ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ. വിജേഷ് ജി. നമസ്കാരം. 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 കേൾക്കാമോ? ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ്. കേൾക്കാം ക്ലിയർ ആണ്. ആയിക്കോട്ടെ. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം കിട്ടിയാലും. പിന്നെ ഇളയ മകൻ അഡ്മിറ്റ് ആയിട്ട് ആശുപത്രിയുടെ റൂമിൽ ഇരുന്നാണ് ഇതിലേക്ക് സംബന്ധിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇപ്പൊ ജ്യോതിഷേട്ടനെ അറിയാം, ജയേഷിനെ അറിയാം, ഉഷോപ്പളെ പറഞ്ഞറിയാം, നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. പിന്നെ കുട്ടികളിലുള്ള കുറെ പേരെ അറിയാം, എന്താ വെച്ചാല് മെസ്സേജൊക്കെ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം. പക്ഷെ ഈ സൂം മീറ്റിങ്ങിൽ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുട്ടികളായിട്ട് നേരിട്ട് സംവദിക്കുമ്പോഴാണ് കുറേയും കൂടി ഒരു ഊർജം കിട്ടുക. അപ്പോ എല്ലാവരും ഗഹനമായ ചിന്തകളും തത്വങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയണത്. നമുക്ക് കലയെക്കുറിച്ചും നാടൻപാട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കലകൾ വഴിതിരിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു 10 മിനിറ്റ് സംസാരിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ വാങ്ങും. എന്താ വെച്ചാൽ ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് കുട്ടികളോടും കൂടിയാണ് പറയണത്. പിന്നെ അവർക്ക് എന്തെങ്കിലും സംശയം കലകളുടെ കാര്യങ്ങളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനും തയ്യാറാണ്. നമ്മുടെ ക്ഷേത്രകലകളെ കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചും ഒക്കെ ആണെങ്കിലും കുട്ടികളൊക്കെ മൊബൈലിന്റെ ലോകത്തിലാണ്. അപ്പൊ അവരാരും പൂരങ്ങൾ കാണാനോ പെരുന്നാളുകൾ കാണാനോ ഉത്സവം കാണാനോ ഒന്നും പോവാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പൊ അവരോട് എല്ലാം കാണാൻ പോകണമെന്ന് പറയാനുള്ളതാണ് ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു ഉപദേശം എന്ന് പറയാനുള്ളത്. മണ്ണിലേക്ക് ഇറങ്ങുക, മണ്ണിനെ അറിയുക, നമ്മുടെ സംസ്കാരത്തെ അറിയുക. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നാടൻ കലാരൂപങ്ങളും കാര്യങ്ങളും ഉള്ളത്. അപ്പൊ കുട്ടികൾ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ തുടങ്ങാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു റെസ്പോൺസ് കിട്ടിയാലാണ് ഇങ്ങനെ പറയാൻ രസമുള്ളൂ. അപ്പൊ ശരി, നമുക്ക് പതുക്കെ തുടങ്ങാം. ചന്തമേറിയ പൂവിലും ശബളാഭം സലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മിട്ടിയും ചിന്തയം മണിമന്ദിരത്തിൽ
വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. എന്തായാലും ഒരു സ്തുതിയോടുകൂടി തന്നെ തുടങ്ങുന്നതാണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി പറയും, ഇപ്പൊ ആരുടെ ശ്ലോകാണെന്ന് പറയാൻ പറ്റുമോ? കേട്ടോണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരാള് എന്ന് പറയൂ. മയക്കിന്റെ മ്യൂട്ട് മാറ്റി ആരെങ്കിലും അറിയാവുന്നവർ പറഞ്ഞോളൂ. ഇതൊരു ക്ലാസ് അല്ല, ഇതൊരു സംവാദമാണ്. അതെ ആർക്ക് അതെ ഉത്തരങ്ങൾ അതെ അറിയാമെങ്കിൽ നമ്മള് അങ്ങനെയാണോ ഓപ്പളെ അപ്പൊ ഒരു രസമുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് എടുക്കുന്നേക്കാളും കൂടുതൽ കുട്ടികളോട് അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ഓഡിയോ രസമുണ്ടല്ലോ. ഓഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. വീഡിയോ എല്ലാരും ഓൺ ചെയ്യുക. സംസാരിക്കേണ്ടപ്പോ ഓഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കുക. അല്ല, ഓഡിയോ ഓൺ ചെയ്തോളൂ, അപ്പോഴാണ് ഒരു രസം. ഞാനൊരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ. ഓഡിയോ ഓൺ ചെയ്ത് ഓക്കെ, അവർ ചോദിക്കാണല്ലോ, ചോദിക്കട്ടെ. എല്ലാവരും ഓഡിയോയും വീഡിയോയും ഓൺ ചെയ്ത് വെച്ചാട്ടെ. എന്നാലും കുഴപ്പമില്ല. ഈ ശ്ലോകം ആരുടെയാണെന്ന് അറിയോ? ഇപ്പൊ ഞാൻ ചൊല്ലിയത് ഒരു പ്രാർത്ഥനാ ശ്ലോകമാണ്. ആരെങ്കിലും ഒരാൾ പറയൂ. പാസ് ചെയ്തു. ശരി, ആയിക്കോട്ടെ. ആശാസ്ത്രമാണ്. അപ്പൊ നമ്മള് ഇതേപോലെ ഈ കലയുടെ പറഞ്ഞോളൂ. ആണോ? കുമാരനാശാന്റെ ആണോ? അല്ല, ആശാന്റെയാണ്. യെസ്, കറക്റ്റ്. ആര് പറഞ്ഞായാലും നന്നായി. ആശാന്റെ ശ്ലോകമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, അങ്ങനെ അക്ഷയ ശ്ലോകം, അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ കലാരൂപങ്ങൾ, ഒരുപാട് കലാരൂപങ്ങൾ. ഈ നാടൻ പാട്ടുകൾ, ഇപ്പൊ നാടൻ പാട്ട് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. നാടൻ പാട്ടുകളാണെങ്കിലും ഈ നാടൻ പാട്ടുകൾക്ക് ഒന്നും ഒരിക്കലും എഴുതപ്പെട്ടതല്ല. അതെല്ലാം വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയ സാധനങ്ങളാണ് ഒരുപാട്, അല്ലേ? അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് ഇതുള്ള, നമുക്ക് എത്രയോ കലാരൂപങ്ങൾ കേരളത്തിൽ, ഇത്രയും വൈവിധ്യമാർന്ന കലാരൂപങ്ങളുള്ള ഒരു സ്ഥലം കേരളമാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നത്. ഇപ്പൊ മുടിയേറ്റ്, പടയണി, യക്ഷഗാനം, അങ്ങനെ എത്രയോ സാധനങ്ങൾ, ചിന്തുപാട്ട്, ശാസ്താംപാട്ട്, അയ്യമ്പാട്ട്, ഇതിന്റെ എല്ലാം ഒരു മോഡൽ കാണിച്ചു തരാൻ പക്ഷെ നമുക്ക് സമയമില്ല. നമുക്ക് 10-15-20 മിനിറ്റ് ഉള്ളൂ. നമുക്ക് ഒരു ദിവസം നേരിട്ട് കൂടുമ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞ് എന്താ പറയാ, കാണിച്ചു തന്നു തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ഉപകരണങ്ങൾ, ഉടുക്ക്, പറ, തുടി, ചിന്ത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ പറയാൻ കാരണം എല്ലാ കലാരൂപങ്ങളും എല്ലാം നന്മയുടെ വഴിയിലേക്ക് തെളിയിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ എനിക്ക് തന്നിട്ടുള്ള സബ്ജക്ട്, ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന സംബന്ധിച്ച് ഗഹനമായ വിഷയങ്ങളോ സംസ്കൃതമോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹലോ, ക്ലിയർ ആണ്. അപ്പോ എനിക്ക് ഇങ്ങനെ ഗഹനമായ വിഷയങ്ങളിലുള്ള കൂടി ഈ കല എന്ന് പറയുന്ന കാര്യങ്ങൾ, അപ്പോ ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് ഉത്സവങ്ങൾക്ക് പോവുക, മേളകൾ കേൾക്കുക, പിന്നെ കലാപരിപാടികൾക്ക് പോവുക, കഥകളി കാണുക, ഓട്ടംതുള്ളൽ കാണുക, ചാക്യാർകൂത്ത് കാണുക, കൂടിയാട്ടം കാണുക, കൂത്ത് കാണുക. അങ്ങനെ ഇതിൽ എത്ര പേരുണ്ട്? കൂടിയാട്ടം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഒരാൾ പറയാമോ? കുട്ടികളോടാണ് കേട്ടോ, വലിയ ആൾക്കാരോടല്ല. ഒരു കുട്ടി പറയാമോ കൂടിയാട്ടം എന്ന് കേട്ടിട്ടെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കണ്ടിട്ടുണ്ടോ? ശ്രീരേണു കണ്ടിട്ടുണ്ടോ? ഇല്ല. കഥകളി കണ്ടിട്ടുണ്ടോ? കഥകളി കണ്ടിട്ടുണ്ടോ? നന്ദന മ്യൂട്ട് മാറ്റിട്ട് പറഞ്ഞോളൂ മോളെ. മ്യൂട്ട് മാറ്റിക്കോളൂ. എല്ലാവരും മ്യൂട്ട് മാറ്റിക്കോളൂ, സാരില്ല. കഥകളി കണ്ടിട്ടുണ്ട്. ഓട്ടംതുള്ളൽ കേട്ടിട്ടുണ്ടോ? ഓട്ടംതുള്ളൽ എങ്ങനെയാ ഉണ്ടായി എന്നുള്ള കഥ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഓട്ടംതുള്ളൽ എങ്ങനെയാ ഉണ്ടായത്? പറഞ്ഞോളൂ. ഓട്ടംതുള്ളലിന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 വരി പറഞ്ഞാൽ മതി. ഓട്ടംതുള്ളൽ എങ്ങനെയാ ഉണ്ടായെന്നറിയോ? കുഞ്ചൻ നമ്പ്യാർ എന്താ ഉണ്ടാവാൻ കാരണം?
കുഞ്ചൻ നമ്പ്യാര് കളിയാക്കി, ഉറങ്ങിപ്പോയപ്പോ കളിയാക്കി. അപ്പൊ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കലാരൂപമാണ്. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് എന്താ ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കണമെന്നറിയോ, കലയിലൂടെ നമുക്ക് എല്ലാവരെയും വിമർശിക്കാം. നമുക്ക് കലയിലൂടെ, അതായത് ഒരാൾക്ക് ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ, മനസ്സിലായില്ലേ? അപ്പോൾ സിനിമ ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, നാടൻപാട്ടായിക്കോട്ടെ, ഏത് കലാരൂപം ആയിക്കോട്ടെ, നമുക്ക് അതിനെ നന്മയുടെ വഴിയിലേക്ക് കൂടെ കൊണ്ടുവന്ന് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട്, ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മനസ്സിലായില്ലേ? മോണോ ആക്ട്, ഏകാഭിനയം എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ നടത്തുന്നില്ലേ, നിങ്ങളുടെ മത്സരങ്ങൾ നടത്തുന്നില്ലേ ഏകാഭിനയം? അതിലൊക്കെ എന്താ നടക്കുന്നത്? അല്ലെ കഥാപ്രസംഗം എന്നുള്ള കലാരൂപം കാണാനില്ല. നിങ്ങൾ ഒരു കഥാപ്രസംഗ കലാകാരന്റെ ഒരു പേര് പറയാമോ? ഒരാളുടെ, ആരെങ്കിലും ഒരാള്? ഒരു കഥാപ്രസംഗം എന്നുള്ള കലാരൂപം ഏറ്റവും കേരളത്തിൽ, കഥാപ്രസംഗം ഒരു കലാരൂപമായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ കാണാനില്ല ഉത്സവ പറമ്പുകളിൽ, വളരെ ചുരുക്കമാണ്. ഏട്ടൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു കഥാപ്രസംഗത്തിലോട്ടോ, അങ്ങനെ പറഞ്ഞല്ല, പറഞ്ഞതെന്ന് മാത്രമല്ല. കഥാപ്രസംഗം നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്ന ഒരാളുടെ പേര് പറയാമോ? കുട്ടികൾ ആരെങ്കിലും ഒരാള്? സാംബശിവനെ കേട്ടിട്ടില്ലേ? സാംബശിവൻ പിന്നെ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? പിന്നെ BD രാജപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം കഥാപ്രസംഗം ഹാസ്യരൂപത്തിലായിരുന്നു അല്ലെ? അതെ അതെ, ഹാസ്യരൂപത്തിൽ എത്രയോ പാരഡി ഗാനങ്ങൾ. അത് പക്ഷെ വളരെ അർത്ഥവത്തായിട്ടാണ് അദ്ദേഹത്തിന്റെ കഥയായിരുന്നു. മൃഗങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് VD രാജപ്പൻ കഥാപ്രസംഗം ചെയ്തുകൊണ്ടിരുന്നത്. കോഴി, പാമ്പ്, പിന്നെ അതായത് ഈ ജീവനില്ലാത്ത വസ്തുക്കളെ കഥാപാത്രങ്ങളാക്കിയിട്ട്, ജീവനുള്ള വസ്തുക്കളെയും ജീവനുള്ള മൃഗങ്ങളെയൊക്കെ കഥാപാത്രങ്ങളാക്കിയിട്ട്, അതായത് പുട്ടും എന്താ പറയാ, പുട്ടുപാത്രവും സ്റ്റീൽ പാത്രവും ഒക്കെ കഥാപാത്രങ്ങളുടെ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളുണ്ട്. ഇതൊക്കെ നേരിൽ കാണാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ VD രാജപ്പന്റെ പാരഡി ഗാനങ്ങളൊക്കെ ആ സമയത്ത് സിനിമാ ഗാനങ്ങളെക്കാളും ഹിറ്റായിരുന്നു ഒരു കാലഘട്ടത്തില്. ആ VD രാജപ്പൻ, പ്രൊഫസർ V സാംബശിവൻ, അങ്ങനെ എത്രയോ. ഇപ്പൊ അടുത്ത അയിലം ഉണ്ണികൃഷ്ണൻ, ഇപ്പൊ അദ്ദേഹം അടുത്ത് മരിച്ചു. അപ്പൊ ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞ കലാരൂപമൊക്കെ നമ്മൾ നിന്നുപോയി. അതൊരു രസമായിരുന്നു. കാഥികനല്ല, കലാകാരനല്ല ഞാൻ, നിങ്ങളെ പോലൊരു കൊച്ചുവാ, അങ്ങനെ എത്രയോ കഥകൾ, പഴയ കാലം തൊട്ടുള്ള കുറേ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് കഥ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പ്രൊഫസർ V സാംബശിവന്റെയും VD രാജപ്പന്റെയും ഒക്കെ കഥകൾ കേൾക്കാൻ ഒരു ഉത്സവപ്പറമ്പിൽ കഥ വരുന്നു, അല്ലെങ്കിൽ കഥാപ്രസംഗം വരുന്നു എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ആളുകൾ പിന്നെ ദൂരെ താണ്ടി വന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് നശിച്ചു. അപ്പോൾ നിങ്ങൾ ഇനി അഥവാ മൊബൈലിൽ നോക്കുകയാണെങ്കിൽ, യൂട്യൂബ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണണമെന്നാണ് ഞാൻ പറയാം. അതുപോലെ ഈ കലാരൂപങ്ങൾ നേരിൽ പോയി കാണണം. നമ്മുടെ മേളങ്ങൾ എത്ര തരത്തിലുള്ള മേളങ്ങളാ? പഞ്ചവാദ്യത്തിൽ എത്ര വാദ്യം ഉണ്ടെന്ന് കുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാമോ? കറക്റ്റായിട്ട് 5 വാദ്യത്തിന്റെ പേര് പറയാമോ? പഞ്ചവാദ്യം എന്ന് പറയണോ? ഏതൊക്കെയാണ് 5 വാദ്യങ്ങൾ എന്നൊരു കുട്ടി പറയും. എവിടെ മക്കളൊക്കെ? അറിയാവുന്നവര് പറയൂ, രസല്ലേ? പഞ്ചവാദ്യം നമ്മുടെ അറിയുന്ന ഒരു വാദ്യത്തിന്റെ പേര് പറയും ഓരോരുത്തരായിട്ട്. 5 ഇലത്താളം. വെരി ഗുഡ്. മദ്ദളം, ഇലത്താളം 2 എണ്ണമായി. ഇലത്താളം 3. ഓക്കെ, വെരി ഗുഡ്. ഇല്ല, പഞ്ചവാതില് ചെണ്ടയില്ല. ചെണ്ട തെറ്റിപ്പോയി. കൊമ്പ്. കുഴലും ഇല്ല. 3 ശരിയായിട്ട്. ഇടയ്ക്ക പറഞ്ഞു, മദ്ദളം പറഞ്ഞു, കൊമ്പ്. കൊമ്പ്. വെരി ഗുഡ്. വെരി ഗുഡ്. 4 എണ്ണം വരെ കറക്റ്റ് ആയി. കൊമ്പ്, തിമില, ഇടത്താളം, മദ്ദളം. ഇല്ല, കഴിഞ്ഞു. ആയില്ലോ, കറക്റ്റ് ആയില്ലോ. തിമില പറഞ്ഞു, മദ്ദളം പറഞ്ഞു, ഇലത്താളം പറഞ്ഞു, ഇടയ്ക്ക പറഞ്ഞു, കൊമ്പ് പറഞ്ഞു, ആയി. പിന്നെ ചില സ്ഥലത്തൊരു തർക്കം നിൽക്കുന്നുണ്ട്, ശംഖിനെയും കൂടെ കൂട്ടും എന്ന് പറഞ്ഞൊരു
തർക്കം കാര്യങ്ങൾ അതിൽ ഒരുപാട് തർക്ക വിഷയമാണ്, അതിലേക്ക് നമുക്ക് പോകണ്ട. അപ്പൊ നമുക്ക് മേളങ്ങൾ ഇനി ശരി, ഇനി നമ്മളുടെ കുറെ മേളങ്ങൾ ഉണ്ടല്ലോ, ഒരു 3-4 ടൈപ്പിലുള്ള മേള. ഈ ശിങ്കാരി മേളൊക്കെ ഇപ്പൊ ഉണ്ടായതാണ്. അത് ഈ നമ്മളുടെ ഈ എന്താ പറയാ ന്യൂ ജനറേഷൻ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. അല്ല, നമുക്ക് തനതായിട്ട് കുറച്ച് മേളങ്ങളുണ്ട്. ഒരു 2-3 മേളങ്ങളുടെ പേര്. പഞ്ചവാദ്യം ഒരു മേളം, ഒരു 2 മേളങ്ങളുടെ പേര് വേറെ പേര് പറയാമോ? പഞ്ചവാദ്യം ഇപ്പൊ ഏട്ടൻ പറഞ്ഞു, ഇനി വേറെ ഒരെണ്ണം പറയൂ. ടൈപ്പ് ഓഫ് മേളാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1 പഞ്ചവാദ്യം, 2 കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കുഴൽപ്പറ്റ്, ചെണ്ടമേളം. ചെണ്ടമേളം എന്നുള്ളത് ഓക്കെ, കുഴൽപ്പറ്റ് എന്നുള്ളത് മേള വിഭാഗം അല്ല. അതിന്റെ ഒരു എന്താ പറയാ, അതൊരു മേള വിഭാഗമായിട്ട് പെടുത്താൻ പറ്റില്ല. കുഴൽപ്പറ്റുണ്ട്, കൊമ്പുപറ്റുണ്ട്, മദ്ദളപ്പറ്റുണ്ട്, അത് മേളം, പ്രോപ്പർ മേളം. ശിങ്കാരിമേള. ശിങ്കാരിമേളം പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമേ. വെരി ഗുഡ്, വെരി ഗുഡ്, പഞ്ചാരി. അടുത്ത് പറയൂ. അടുത്ത് പറയൂ. ഇലഞ്ഞിത്തറ മേളം. ശരി, ഇലഞ്ഞിത്തറ മേളം. ഓക്കെ, ഇലഞ്ഞിത്തറ മേളം. അതവിടെ ഇലഞ്ഞിത്തറ തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്നതുകൊണ്ടാണ്. എന്താ ഇലഞ്ഞിത്തറ മേളത്തിൽ കൊട്ടുന്ന മേളത്തിന്റെ വിഭാഗം എന്ന് പറയൂ? അത് പറഞ്ഞു, പഞ്ചാരിയാണ്. ഇലഞ്ഞിത്തറ മേളം അവിടെ തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്നതുകൊണ്ടാണ്. എന്തായാലും പറഞ്ഞതിന് സന്തോഷം. അത് പഞ്ചാരി തന്നെയാണ്. അങ്ങനെ പാണ്ടിമേളം, തായമ്പക എന്ന് കേട്ടിട്ടുണ്ടോ? തായമ്പക. അങ്ങനെ പഞ്ചാരി, പാണ്ടി, പഞ്ചവാദ്യം, തായമ്പക, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മേളം നമുക്കുണ്ട്. മനസ്സിലായോ? ഇതെന്താണ്? ഇതൊക്കെ ഒരു തവണയൊക്കെ പോയി കാണണം, ആസ്വദിക്കണം. ഒരു തവണ ബോറടിച്ചൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്താണ്, നമ്മുടെ സംസ്കാരം. എത്രയോ സാധനം, ഇതിനൊക്കെ ചിട്ടവട്ടങ്ങളും, ഇതിനൊക്കെ പ്രോപ്പർ വായ്ത്താരികളും, ഇതിനൊക്കെ പ്രോപ്പർ ശാസ്ത്രീയ വശങ്ങളും ചിട്ടപ്പെടുത്തിയ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മനസ്സിലായോ? അതിനെയൊക്കെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് സായിപ്പന്മാരും മാമാരൊക്കെ കഥകളി പഠിക്കാനും കൂടിയാട്ടം പഠിക്കാനും കൂത്തു പഠിക്കാനൊക്കെ ആയിട്ട് കലാമണ്ഡലത്തിലേക്ക് വരണേ? എന്തുകൊണ്ടാ? നമുക്ക് ഇതൊന്നും വേണ്ടാണ്ടായി. പക്ഷെ നമ്മളെ പുറം ലോകം മുഴുവൻ അംഗീകരിച്ചു തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് തനത് കലകളും ഉണ്ട്, അല്ലാതെ നമ്മുടെ ഒരു കാലത്ത് നമ്മൾ ഈ പറയുന്ന വാമൊഴി ഇല്ലാതെ വരുന്ന നാടൻപാട്ടിന്റെ കഥകളും ഉണ്ട്. നാടൻപാട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാടൻപാട്ടുകളിൽ തന്നെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ നമ്മുടെ നാടൻപാട്ട് ദിക്ക് തെളിയണം ദേശം തെളിയണം, ദേശത്താൽ എൻ്റെ ഈശ്വരൻ തെളിയണം, മണ്ണ് തെളിയണോ മാനം തെളിയണം, മാലൊഴിഞ്ഞി മനം തെളിയണം, മണ്ണും പോനോ തേടിക്കെട്ടിയോ രണ്ടപ്പന പൂപ്പമാരേ കുതിച്ച് പടിഞ്ഞാറത്തമനേങ്കി വിളിക്കും വിളിപ്പുറം വന്നു നിലകൊള്ളണം എൻ്റെ അപ്പന പൂപ്പമാരെ. ഇതേ ആശയം തന്നെയാണ് ചന്തമേറിയ പൂവിലും ശബളാഭമ ശലഭത്തിൽ നിന്നാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ എന്താ ഒരു പരസ്യം ഉണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളും അല്ലെങ്കിൽ ഓരോരോ വചനങ്ങൾ എന്നുള്ളൂ. എല്ലാത്തിലും ആശയം ഒന്ന് തന്നെയാണ്. ഓരോരുത്തരും ഓരോ കാർഷിക വൃത്തിയുടെ പാട്ടുകൾ. നമ്മള് പിന്നെ ഞാറ് കൊയ്യുമ്പോൾ അല്ലെങ്കിൽ പാടത്ത് കൃഷി ഇറക്കുമ്പോൾ ഇത് പറഞ്ഞു പോയാൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം 8:45 നമുക്ക് ഒരു ദിവസം എല്ലാവർക്കും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നേരിട്ട് കാണിച്ചു തരാം, ഈ ഉപകരണങ്ങളൊക്കെ നേരിട്ടും പരിചയപ്പെടുത്തി തരാം. എല്ലാത്തിന്റെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. വിജേഷ്, ഒരു കഴിഞ്ഞ നമ്മളിപ്പോൾ ഒരു രാമായണക്കാറ്റ് എന്ന് പറഞ്ഞ പരിപാടി നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ നാലാമത്തെ വർഷമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കർക്കിടക മാസത്തിൽ 31 ദിവസവും നമ്മൾ രാമായണം അതാത് ചാപ്റ്ററുകൾ എന്നൊരു പാരായണം ചെയ്യുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് സൂറത്ത് ചാപ്റ്ററിന്റെ പാരായണത്തിനകത്ത് ഞാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് മുത്തശ്ശി രാമായണം എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട്. മോളിപ്പോ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. മോളുടെ പേര് അഭിശ്രീ അഭിലാഷ് എന്നാണ്. ആ കുട്ടി മുത്തശ്ശി രാമായണം എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ടുകൊണ്ട് എനിക്കത് വളരെ കൗതുകമായിട്ട് തോന്നി. അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോള് ഒരു 4 വരി
മുഴുവൻ ഇതാണ്, അതിനൊരു സമയമില്ല. ഒരു 4 ചരണം മാത്രം അതിൻ്റെ ഒന്ന് പാടിക്കോളൂ. അങ്കിളിനും കൂടെ ഒന്ന് കേൾക്കട്ടെ. മ്യൂട്ട് മാറ്റിക്കോളൊന്ന് പാരായണം ചെയ്യും. കുമാരി അഭിശ്രീ അഭിലാഷ് കേൾക്കുന്നുണ്ടോ മോള്? എവിടെയാ മോള് താമസിക്കുന്നത് ഇപ്പോ? മോള് ഇവിടെയാണ്, എടപ്പാള്, മലപ്പുറം എടപ്പാള് 4ാം ക്ലാസ് ശ്രീ ദുർഗ വിദ്യാനികേതനിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മോളൊന്ന് പാടി. മ്യൂട്ട് മാറ്റിയിട്ട് പാടും. പെട്ടെന്നായിക്കോട്ടെ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലേ? ആരും ഇല്ലേ അടുത്ത്? അച്ഛനും അമ്മയും കാണും അടുത്ത്. നമസ്തേ, എന്റെ പേര് അഭിശ്രീ. അയോധ്യകാന്ഡം. ചെല്ലവുമായും മറുത്തു വന്നു മുത്തശ്ശി വീണ്ടും ഇരുന്നു. ചെല്ലക്കിടാങ്ങളും വന്നു പിന്നെ മുത്തശ്ശി പാടി തുടങ്ങി. രാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ. രാമനും സോദരന്മാരും കൊച്ചു പുത്തൻ മണവാട്ടിമാരും കാലത്തിനൊപ്പം വളർന്നു. മെല്ലെ യൗവനം വന്നു തെളിഞ്ഞു. മുത്തശ്ശിയൊന്നു ചിരിച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. രാമന് രാജകിരീടം നൽകാൻ അച്ഛനൊരുങ്ങിയ നേരം കൈകേയി വന്നു ക്ഷണിച്ചു. വേണമിപ്പോഴേ 2 വരങ്ങൾ. മുത്തശ്ശി കയ്യുമലർത്തി ചൊല്ലി രാമ ഹരേ ജയ രാമ. ഗംഭീരം മോളു, ഗംഭീരം. അല്ല, ഒരു കൗതുകം തോന്നുന്നുണ്ട് ആ ഒരു ഇതിന്. മുത്തശ്ശിയുടെ ഒരു രാമായണം ഇതേപോലെ സാധനങ്ങൾ നാടൻ പാട്ടിലും ഉണ്ട്. നമ്മള് കോളേജിൽ പഠിക്കുമ്പോ തൊട്ട് കാലം. പക്ഷെ ഇതൊക്കെ ആരെഴുതിയത്, ആര് പഠിച്ചത്? ചാട്ടി ഹനുമാൻ രാവണന്റെ മതിൽമേൽ എന്താട രാവണ സീതയൊക്കെ കാരണം, നിന്നോടാരു പറഞ്ഞിട്ടോ നിന്റെ മനസ്സിൽ തോന്നിട്ടോ, എടുത്തു പിടിച്ചു വലുമ്മെ തിരികത്തിച്ചു, വലുമ്മെ തിരികത്തിച്ചു ലങ്കയൊന്ന് ദഹിപ്പിച്ചു. ഇത് നാടൻപാട്ട് പാടുന്നൊരു സാധനമാണ്. പക്ഷെ ഇതൊക്കെ ആരാണ് ഇതിന്റെ? വളരെ രസകരമായിട്ട് തോന്നിയ ഒരു പ്രത്യേകതയുണ്ട്. വേറെ ആർക്കെങ്കിലും, കുട്ടികൾ ആരെങ്കിലും ഇതുപോലെ പാടാൻ ഉള്ളവരുണ്ടെന്ന് പാടിക്കോളൂ. അമൃതവർഷിണി അറിയുമോ? മോള് പാട്ട് പാടുമോ? വേറെ ആരുണ്ട്? മുന്നോട്ട് വരിക, മടിച്ചു നിൽക്കരുത്, മുന്നോട്ട് വരിക. നല്ല വാക്ക് ചൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചിന്മയി. ചിന്മയി. രുദ്രാണി എവിടെ? രുദ്രാണി കുട്ടി, രുദ്രാണിയുടെ ഒരു പാട്ട് കേൾക്കാം. എല്ലാവരും ഇതൊക്കെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് പോയിരിക്കുകയാണോ? അപ്പോ ഞാന് പതുക്കെ ഒന്ന് ഇവിടെ വാങ്ങുകയാണ്. ഇവരെ നെബുലൈസേഷൻ ചെയ്തുകൊണ്ട സമയമായി. രുദ്രാണിയോടൊക്കെ ഇത് കേട്ടോളൂ. ശ്രീരേണും വന്നിട്ടുണ്ട്. 2 മിനിറ്റ് സമയം കൂടെ. രുദ്രാണി കുട്ടി പറഞ്ഞോളൂ, അറിയാവുന്നത് മതി, അറിയാവുന്ന ഒരു പാട്ട് പാടിക്കോളൂ. രുദ്രാണിക്കുട്ടി എനിക്ക് മനസ്സിലായി കേട്ടോ ആരാന്ന്. അതെ, പനി പിടിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു പനി. അപ്പം അതിന്റെ ഇതിൽ നിന്ന് ആയി തന്നെ ഉള്ളൂ. പഠിക്കും. എനിക്ക് ആളെ മനസ്സിലായി. പാടിക്കോളൂ. മനസ്സിൽ വരുന്നത് മതി. രാമനോദഗമനം അത്വാത്മകം ഗാന്ധനം ഹൈകേയി ഹരണം ജടായുമരണം ദുർഗീയ സംവാസനം വാല്യനിഗുണം സമുദ്രധരണം ലങ്കാപുരി രാവണം അത്വാത് രാമന കുംഭകർണം ഏതസി രാമായണം. രാമായണം മുഴുവൻ ശ്രീരേണു രാമായണം വളരെ ഭംഗിയായിട്ട് ചൊല്ലി നമുക്ക് തന്നു.
രാമായണം മൊത്തം അതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോ അടുത്തതായിട്ട് എല്ലാ പിന്നെ ആരെങ്കിലും അല്ല ഏതെങ്കിലും കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ? അപ്പോ ഞാനൊന്ന് താല്പര്യമുള്ള പതുക്കെ ഉഷയുടെ പേര് വിടവാങ്ങുകയാണ്. എന്ന് വെച്ചാല് ഉഷയുടെ നമുക്ക് വിജയശ്രീക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ മുഖ്യ അതിഥിക്ക് നല്ലൊരു കൂപ്പ് കൈയോടുകൂടി നമുക്ക് നമുക്ക് അങ്ങനെ ഒരു തൽക്കാലത്തേക്ക് എല്ലാവർക്കും പ്രോഗ്രാം വിട അദ്ദേഹം നേരി കാണണമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം ലൈവായിട്ട് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. ലൈവായിട്ടുള്ള പ്രോഗ്രാം ആകുമ്പോഴേ രസമുള്ളൂ. എന്നാൽ എല്ലാവരും കൂടെ കുട്ടികളെ ഒക്കെ ഒന്നും ചേർത്ത് കൂടി കൊണ്ടുള്ള ഒരു പരിപാടി, കുട്ടികളും കൂടെ എല്ലാവരും കൂടെ അതെ ചേർത്ത് അതെ അതെ കുഞ്ഞുങ്ങളുടെ ഈ കൂടെ ഒരു സൂം ദിവസം മീറ്റിംഗിൽ നമുക്ക് ഉള്ള ചെലവഴിക്കാം. പരിമിതികളുണ്ട് എല്ലാവർക്കും കൂടെ ജോയിഷാണ് ഞാൻ പറഞ്ഞിരുന്നു. അതെ അതെ നമസ്തേ ജയശങ്കര എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യ അതിഥിക്ക് തൽക്കാലത്തേക്ക് ഒരു വിട കൊടുക്കാം. എല്ലാവരും വീഡിയോയും ഓഡിയോയും ഓൺ ചെയ്ത് നമസ്തേ ജയശങ്കര പറഞ്ഞ് നമസ്തേ ജയശങ്കര. നമസ്തേ നമസ്തേ ജയശങ്കര നമസ്തേ. ഇനി ആർക്കെങ്കിലും ഇനി ആർക്കെങ്കിലും ചിന്മയി വളരെ സന്തോഷം വിജയശ്രീ, എന്തായാലും ഈ വേദിയെ അനുഗ്രഹിച്ചതിന്. തീർച്ചയായും തുടർന്നും നമ്മുടെ ഈ വേദിയിൽ എത്തുക. അങ്ങയുടെ സമയം പോലെ തന്നെ കുട്ടികളുമായിട്ട് ലൈവ് പ്രോഗ്രാം ആയിട്ട് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈവ് സിറ്റുവേഷൻ പ്രോഗ്രാം ആകുമ്പോൾ മനസ്സിലാകുന്നത് അറിയാം. വളരെ സന്തോഷം, വളരെ സന്തോഷം. സന്തോഷം. ഓക്കെ ശരി. ജയശങ്കര. അടുത്തതായിട്ട് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആണ്. ആരാണ്? ചിന്മയി ഞാൻ മറ്റേ ഇല്ല. നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിപ്രകാശ രൂപണെ വഴങ്ങണം. കൊഞ്ചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപ്പദാക്ഷം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ, ആപ്പദാക്ഷം തന്നിലായി സദാ നമിച്ചിടുന്നു. ജയ് ഹിന്ദ്. ജയശങ്കര, വളരെ സന്തോഷം മോളെ. നമ്മുടെ രണ്ടാമത്തെ സെഷനിലെ ആദ്യത്തെ ക്ലാസ്സില് ഈ സ്തുതി ചൊല്ലിയതാണ്, നമ്മള് കീർത്തനം ചൊല്ലിയതാണ്. ഇനി ആർക്കെങ്കിലും ചൊല്ലാനുണ്ടോ? അഭിശ്രീ ഗീതാധ്യാനം ചൊല്ലുന്നുണ്ടെന്ന് ഓഷോ പോളെ. എന്തോ? അഭിശ്രീ ഗീതാധ്യാനം ഓക്കെ ചൊല്ല. നമസ്തേ, എൻ്റെ പേര് അഭിശ്രീ. ഞാൻ ഇവിടെ ഭഗവത്ഗീതയാണ് ചൊല്ലാൻ പോകുന്നത്. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനി അംബത്വാമനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. എല്ലാം കൂടെ ചൊല്ലാനുള്ള സമയം കാണത്തില്ല മോളെ. ധ്യാന ശ്ലോകം മൊത്തം കൂടെ ചൊല്ലാനുള്ള സമയം നമ്മുടെ ഇപ്പൊ തന്നെ 9 മണിയാവുന്നു. നമുക്ക് ഇന്നൊരു നല്ല സന്ധ്യ നമുക്ക് പ്രദാനം ചെയ്ത കലാകാരനും പണ്ഡിതനും ഒക്കെയായ വിജേഷ് കെ നായര് നിങ്ങളോടൊപ്പം, വിജേഷ് കെ രാമൻ നിങ്ങളോടൊപ്പം നല്ലൊരു സംവാദത്തിൽ ഏർപ്പെട്ടു. പഞ്ചവാദ്യങ്ങളെ കുറിച്ചും ഭാരതീയ തനത കലകളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ചെറിയൊരു അറിവ് കിട്ടി. എല്ലാവർക്കും സന്തോഷമായില്ലേ? വളരെ സന്തോഷം. അപ്പൊ അടുത്തതായിട്ട് നമ്മളിപ്പം 9 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ രാമായണത്തെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അയോധ്യാകാന്ഡം വരെയായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ഈ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അയോധ്യാകാന്ഡം വരെ ഏകദേശം അറിയാമായിരിക്കും. സനാതന ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? വേദമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ വേദത്തിന് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം അങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ യജുർവേദത്തിനെ തന്നെ കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം എന്നായിട്ട് 2ആയിട്ട് തിരിച്ചിട്ടുള്ളതില് കൃഷ്ണ യജുർവേദത്തിലെ അന്തർഗതമായ ഒരു ഉപനിഷത്താണ് തൈത്തിരീയോപനിഷത്ത്. ഏതാ? എല്ലാരും മൈക്ക് ഓൺ ചെയ്ത് വെക്കണം. ഏത് ഉപനിഷത്ത്? തൈത്തിരീയോപനിഷത്ത്. എന്താണ്?
തൈത്തിരിയോപനിഷത്ത്. തൈത്തിരിയോപനിഷത്തിലെ ഒരേ ഒരു വേദവാക്യം. അപ്പം വേദത്തിൽ പറയുന്നതാണ് ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത്. വേദത്തിലെ കാര്യം, വേദത്തിന്റെ അവസാന വാക്കാണ് ഉപനിഷത്ത്. യജുർവേദത്തിലെ കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരിയോപനിഷത്തിലെ പറഞ്ഞിരിക്കുന്ന ഒരു വേദവാക്യത്തോടുകൂടി അത് മാത്രമാണ് ഇന്ന് രാമായണത്തിലെ തന്നെ കാര്യമാണ് എങ്കിൽ പോലും ഇന്ന് നമ്മൾ രാമായണം സമയക്കുറവ് കൊണ്ട് വിശകലനം ചെയ്യുന്നില്ല. ആ ഒരു വാക്യം മാത്രം, ഒരു വേദവാക്യം മാത്രം നമുക്കൊന്നും ചിന്തനം ചെയ്തിട്ട് പിരിയാം. എന്താണ്? തൈത്തിരിയോപനിഷത്തിലെ ഒരു വേദവാക്യമാണ്. അപ്പം അടിസ്ഥാന ഗ്രന്ഥം, എല്ലാവരും ഉത്തരം പറയണം. സനാതന ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങൾ. വേദം. വളരെ ശരിയാണ്. 4 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദം, വളരെ ശരിയാണ്. യജുർവേദത്തിനെ തന്നെ 2 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം. ഏതാണ്? അതിലെ കൃഷ്ണ യജുർവേദത്തിലെ ഉപനിഷത്താണ് തൈത്തിരീയ ഉപനിഷത്ത്. എന്താണ് ഉപനിഷത്തിന്റെ പേര്? തൈത്തിരിയോപനിഷത്ത്. തൈത്തിരിയോപനിഷത്തിലെ ഒരു വേദവാക്യം എല്ലാവർക്കും അറിയാവുന്നതാ, എങ്കിലും ഞാൻ പറയാം. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാത് മാ പ്രമദഃ. ഇവിടെ എല്ലാരും പറയണം. സത്യം വദ. പറഞ്ഞാട്ടെ. ധർമ്മം ചര സ്വാധ്യായാത് മാ പ്രമദഃ. മനസ്സിലായോ? അപ്പം അത് മാത്രമേ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. അപ്പം വേദത്തിന് 4 ശാഖ, അതിൽ യജുർവേദത്തിന് 2 ശാഖ, അതിൽ കൃഷ്ണ യജുർവേദത്തിലെ ഉപനിഷത്താണ് തൈത്തിരിയോപനിഷത്ത്. ഇതൊക്കെ എഴുതിയെടുക്കണേ. തൈത്തിരിയോപനിഷത്തിലെ വേദവാക്യങ്ങളിൽ ഒന്നാണ് സത്യം വദ ധർമ്മം ചര പ്രമദഃ. ഇനി അർത്ഥം നോക്കാം. എല്ലാരും ഉത്തരം പറയണേ. സത്യം വദ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലായോ? സത്യം പറയുക. സത്യം പറയണം എന്ന് പറഞ്ഞാൽ എന്ത് പറയരുത്? അതെ, സത്യം പറയണമെന്ന് പറഞ്ഞാൽ ആ സത്യം പറയരുത്. അപ്പൊ സത്യം പറയണം, സത്യം മാത്രമേ പറയാവൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സത്യം മാത്രമേ ചിന്തിക്കാവൂ, പറയാവൂ, ചെയ്യാവൂ. പറയുന്നത് തന്നെയല്ല, ചെയ്യുന്നതും സത്യമായിരിക്കണം. നിങ്ങൾ ഈ ചെറുപ്പത്തിൽ മുതല് ഒരു ശപഥം എടുക്കണം. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ, ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ഒരു കള്ളം പറയാം. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ സത്യമേ പറയാവൂ. ഇന്ന് നമ്മൾ എടുക്കുന്ന സത്യം എന്തുവാണ്? നമ്മള് എന്തോ പറയൂ? സത്യമേ പറയൂ, സത്യമേ പറയൂ. സത്യം വദ, സത്യമേ പറയൂ. അസത്യം പറയുകയില്ല, അസത്യമായ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. കേട്ടോ? സ്കൂളിലായാലും വീട്ടിലായാലും സഹോദരങ്ങളോടും അച്ഛനോടും അമ്മയോടും ഇന്ന് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ സത്യമേ നമ്മൾ പറയൂ. തീർച്ചപ്പെടുത്തിയല്ലോ എല്ലാരും? ഓക്കെ അല്ലേ? അടുത്തത് ധർമ്മം ചര. എന്താണ് ധർമ്മം ചര എന്ന് പറഞ്ഞാല്? അതെ, ധർമാനുഷ്ഠാനമായിട്ട് മാത്രം. അതായത് ഈ വേദത്തിലൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തില് ധർമ്മനിഷ്ഠയുള്ളവരായിട്ട് ജീവിക്കണം. അപ്പൊ നമ്മളൊക്കെ, നിങ്ങളെല്ലാം വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ആരാണ്? മക്കളാണ്, ഇല്ലയോ? അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങളെല്ലാം മക്കളാണ്. അതിന്റെ കൂടെ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ കൂടിയിരിപ്പുണ്ടല്ലോ, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൂടിയിരിപ്പുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെ ധർമ്മങ്ങളാ നിങ്ങൾക്കുള്ളത്? മക്കളുടെ ധർമ്മം, പുത്രധർമ്മമുണ്ട്, പിന്നെ സഹോദര ധർമ്മമുണ്ട്, പിന്നെന്തോ ഉണ്ട്? മുത്തച്ഛനോട് മുത്തശ്ശിയോടെയുള്ള ധർമ്മം പാലിക്കാനുണ്ട്. പിന്നെ നിങ്ങളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാ, അപ്പം വിദ്യാർത്ഥി ധർമ്മമുണ്ട്, അല്ലേ? നിങ്ങൾക്കൊക്കെ സ്കൂളിലും
പരിസരത്ത് അയൽവക്കത്തും ഒക്കെ ആയിട്ട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എന്തോ ധർമ്മമുണ്ട്? സുഹൃത്ത് ധർമ്മമുണ്ട്. ഇതൊക്കെ രാമായണത്തില് എങ്ങനെയാണ് ശ്രീരാമനും സഹോദരങ്ങളും മറ്റു സുഹൃത്തുക്കളും സുഗ്രീവനും ഒക്കെ ആയിട്ട് സൗഹൃദത്തിൽ ആയതെന്ന് രാമായണത്തിലെ കഥകളിലൂടെ പറയുമ്പോൾ നമുക്കത് ധർമ്മം എങ്ങനെയാണ് ആചരിക്കേണ്ടത്, ഒരു മക്കളുടെ ധർമ്മം എന്താണ്, അതിലൊന്നാണ് സത്യമത. സത്യമേ പറയാവൂ, അത് മക്കളുടെ ധർമ്മമാ. പിന്നെ വിദ്യാർത്ഥിയുടെ ധർമ്മം എന്തുവാ? എന്തോ? പഠിക്കുക. സ്കൂളിൽ പോയിട്ട് പഠിക്കുക എന്നുള്ളതാ. വിദ്യാർത്ഥി ആയിരിക്കുമ്പോ നിങ്ങളുടെ പ്രധാന ധർമ്മം എന്താണ്? പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊന്നും യാതൊരു മാറ്റവും വരുത്തരുത്. പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധയോടെ പഠിക്കുക, ഏകാഗ്രമായിട്ടിരുന്ന് പഠിക്കുക. അതുപോലെ ഈ നമ്മുടെ ധർമ്മം, നമുക്ക് എന്തൊക്കെ ധർമ്മങ്ങളാ ഉള്ളത്? പുത്രധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ധർമ്മം? അച്ഛനമ്മമാരെ പറഞ്ഞേ, ഒരാളെങ്കിലും പറഞ്ഞേ. അച്ഛനമ്മമാരോട് നമ്മൾ എങ്ങനെയാ പുത്രധർമ്മം പാലിക്കുന്നത്? ഫോൺ ചെയ്തിട്ട് പറയണേ, സമയം പോകും. അച്ഛനമ്മമാരെ അവരെ സഹായിക്കുക, ഇതൊക്കെ അവരോട് ചെയ്യുന്ന ധർമ്മമാണ്. നല്ല കുട്ടികളായിട്ട് നമ്മൾ വളരുക എന്നുള്ളത്, നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത്, മഞ്ഞ കൂട്ടുകെട്ടിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളത്, നല്ല പുത്രരായി നല്ല മക്കളായി വളരുക എന്നുള്ളത് ഒക്കെ അവർക്ക് കൊടുക്കുന്ന പോലെ. അതാണ് പുത്രധർമ്മം. ഓക്കെ, മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ നല്ല രീതിയിൽ പെരുമാറുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവരെ സഹായിക്കുക. ഇതൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം നല്ലതാവുകയില്ലയോ? അവർക്ക് നമ്മളോട് സന്തോഷം ഉണ്ടാവുകയില്ലേ? അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടത്തില്ലയോ? വീട്ടിൽ സന്തോഷം ഉണ്ടാകത്തില്ലയോ? അതാണ് ധർമ്മം ചര. പിന്നുള്ളത് എന്തുവാ? മൂന്നാമത്തെ സത്യം വദ, ധർമ്മം ചര. മൂന്നാമത്തെ എന്തുവാ? വളരെ ശരിയാണ്. സ്വാധ്യായാൽ മാ പ്രമദഃ. സ്വാധ്യായം ചെയ്യുന്നതിന് ഒരു പ്രമാദവും ആലസ്യവും എന്താണ് ഒന്നും വരുത്തരുത് എന്ന് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുക, അറിവ് സമ്പാദിക്കുക. അത് നമ്മൾ ജനിച്ച് വീഴുമ്പോ മുതല് നമ്മള് കമഴ്ന്നിരിക്കാന്, നടക്കാന്, ഇരിക്കാന്, അങ്ങനൊക്കെ പഠിച്ചാ കഴിക്കാന്, കുടിക്കാന്, നടക്കാന് ഒക്കെ നമ്മൾ പഠിച്ചാന്നേ ജീവിതത്തിൽ അങ്ങോളം നമുക്ക് ഈ സ്വാധ്യായം. ഞങ്ങള് 90 വയസ്സായാലും നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ സ്വാധ്യായം എന്ന് പറയുന്നത് നമ്മുടെ ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ഒന്നില്, അതായത് ഭഗവത്ഗീതയിലെ ഒറ്റ ശ്ലോകമായാലും മതി. ഒരു ശ്ലോകം അതിന്റെ അർത്ഥം സഹിതം നമ്മള് ഒരാഴ്ച കൊണ്ടോ ഒരു ശ്ലോകമെങ്കിലും നമ്മൾ പഠിക്കാൻ ഒരു ഞായറാഴ്ച അവധി കിട്ടുമ്പം നിങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മശക്തി നിൽക്കും. ഒരു ശ്ലോകം 4 വരിയേ ഉള്ളൂ. 4 വരി ആഴ്ചയിൽ ഒരു ദിവസം ഒരു ശ്ലോകം വീതം പഠിക്കും ഞാൻ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് തീരുമാനിച്ച് ആ സ്വാധ്യായം ചെയ്യണം. അതിനൊരു പ്രമാദവും വരുത്തരുത്. എന്താ പ്രമാദം എന്ന് പറഞ്ഞാൽ അവനവന് ചെയ്യാനുള്ള കടമ ചെയ്യാതിരിക്കുക. നമുക്ക് ഒത്തിരി കടമകളുണ്ട് അല്ലേ? ഒത്തിരി കടമകളില്ലേ നമുക്ക്? ഇല്ലയോ? അച്ഛനോട് കടമകളുണ്ട്, അമ്മയോട് ചെയ്യാനുള്ള കടമകളുണ്ട്, മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചെയ്യാനുള്ള കടമകളുണ്ട്, സഹോദരങ്ങളോട് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങളോട് അതിനൊക്കെ വെള്ളം കൊടുക്കുക, കളപറിച്ച് കളയുക, വൃത്തിയാക്കുക, വളം ചെയ്യുക, ഇതൊക്കെ അവരോട് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന നമ്മുടെ മൃഗങ്ങളോട്, പറന്നു പോകുന്ന കാക്കയ്ക്ക് വെള്ളം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒത്തിരി നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ജീവജാലങ്ങളോടെല്ലാം നമ്മൾ കരുണയോടെ അതൊക്കെ നമ്മുടെ കടമയാണ്. നമ്മുടെ കടമയിൽ ഒരു വീഴ്ചയും നമ്മൾ വരുത്തരുത്. പ്രധാന കടമ വിദ്യാർത്ഥി എന്നുള്ള കടമയാണ്. അതിലൊന്നും ഒരു പ്രമാദവും വരുത്തരുത്, അതിലൊരു വീഴ്ചയും വരുത്തരുത്. അലസരായിട്ട് നമ്മൾ ഈ മൊബൈലും കൊണ്ട് ഇപ്പൊ നമ്മുടെ മുഖ്യ അതിഥി പറഞ്ഞു, നിങ്ങള് ഈ മൊബൈലും ഒക്കെ മാറ്റി വെച്ചിട്ട് TV ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങള് അമ്പലമുറ്റത്ത് പോയി ഈ കലകളൊക്കെ കാണണം, കേൾക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മൾ മൊബൈലിലെ കാഴ്ചകൾ, മൊബൈൽ നല്ലതാണ്,
ഒരുപാട് അറിവുകൾ നമുക്ക് തരുന്നത് മൊബൈലിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെങ്കില് നമ്മൾ ചുറ്റുവട്ടത്തെ ഒന്ന് നിരീക്ഷിക്കണം. നല്ല ചെടികൾ നടുക, പച്ചക്കറികൾ നടുക, പുസ്തകങ്ങൾ വായിക്കുക, നമ്മുടെ വീട് വൃത്തിയാക്കുക, ബുക്ക് അടുക്കി വെക്കുക, കിടക്ക വൃത്തിയാക്കി വെക്കുക, അലമാരികൾ അടുക്കി വെക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ കടമയാണ്. ഇതൊക്കെ നമ്മുടെ മുതിർന്നവർക്ക് ഒരു സഹായവും, നമ്മുടെ കൊച്ചനുജനെയും അനുജത്തെയും ഒക്കെ സംരക്ഷിക്കുക, അവർക്കൂടെ നമ്മൾക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ കടമകളാണ്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും വെറുതെ ഇരിക്കുമ്പം നമ്മൾ അവരോട് പോയി സംസാരിക്കുക. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അവർക്ക് ഒരു വശമെങ്കിൽ നിങ്ങളെ പോലെ മൊബൈലിലെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയാൻ വയ്യായിരിക്കും. അതൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. മനസ്സുകൊണ്ട് അവർ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഇതാണ് അപ്പൊ നമ്മള് ഉറപ്പായിട്ടും സ്വാധ്യായാൽ മാ പ്രമദ, സ്വാധ്യായത്തിൽ നിന്ന് ഒരു മാറ്റവും വരുത്തരുത്. അവിടെ ആലസ്യം, മടിപിടിക്കല് ഒന്നും വരുത്. അപ്പം ഏതെങ്കിലും ഒരു സ്തുതികള് നമ്മൾ ഈ ചൊല്ലുന്നത് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഈ ഒരൊറ്റ വേദത്തിനെ 4ആയി തരംതിരിച്ചു വേദവ്യാസൻ എന്ന കൃഷ്ണദ്വൈപായനൻ. ആ വേദത്തിലെ യജുർവേദത്തിലെ തന്നെ 2ആയിട്ട് തിരിച്ചു. കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം. അതിലെ കൃഷ്ണ യജുർവേദത്തിലെ ഉപനിഷത്താണ് തൈത്തരീയോപനിഷത്ത്. തൈത്തരീയോപനിഷത്തിലെ ഒരു വേദവാക്യമാണ് സത്യം വദ ധർമ്മഞ്ചര സ്വാധ്യായാൽ മാ പ്രമദ. അപ്പൊ നമുക്കതൊന്നുകൂടെ പറയാം. അതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇന്ന് സമയപരിമിതി കാരണം രാമായണം നമുക്ക് വിചാരം ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മൾക്ക് ചോദിക്കാം. എല്ലാരും കൂടെ മൈക്ക് ഓൺ ചെയ്തിട്ട്, ഓഡിയോ ഓൺ ചെയ്തിട്ട് ഉത്തരം പറയണേ. സനാതന ധർമ്മശാസ്ത്രം വേദം അത് എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 4. ഏതൊക്കെയാണ്? ഋഗ്വേദ, മിടുക്കര്, നല്ല ഉത്തരം, ശരിയാ. യജുർവേദത്തിനെ എത്രയായിട്ട് തരംതിരിച്ചു? 2. ഏതൊക്കെയാണ്? യജുർവേദം, ശുക്ല യജുർവേദം. യജുർവേദത്തിലെ ഉപനിഷത്ത് ഏതാണ്? തൈത്തിരീയോപനിഷത്ത്. ഉത്തരം വളരെ ശരിയാണ്. തൈത്തിരീയോപനിഷത്തിലെ ഒരു വേദവാക്യം ഇന്ന് നമ്മൾ പഠിച്ചത് ഏതാണ്? സത്യം വദ വളരെ ശരിയാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? സത്യം വദ എന്ന് പറഞ്ഞ് എന്തായിരുന്നു? സത്യം മാത്രമേ പറയാവൂ. സത്യം ഒന്നും പറയരുത്, ചിന്തിക്കരുത്, ചെയ്യരുത്. ഇനി ധർമ്മഞ്ചര, അതിന്റെ അർത്ഥം എന്തുവാ? ധർമ്മം അനുസരിച്ച് ജീവിക്കണം. നിങ്ങളുടെ പ്രധാന ധർമ്മം എന്തുവാ? പോയി ചീത്ത കൂട്ടുകെട്ടിലൊന്നും അകപ്പെടാൻ പാടില്ല. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പം നല്ല കുട്ടികളെ വേണം നമ്മള് തിരഞ്ഞെടുക്കാൻ. സാത്വിക ഗുണങ്ങളുള്ള നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ വീടുകളിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയൊക്കെയുള്ള കൂട്ടുകാർ നിങ്ങളുടെ സ്കൂളിലുണ്ടെന്ന്. വേണ്ട കൂട്ടുകെട്ടിൽ മാത്രമേ നമ്മൾ അകപ്പെടാവൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ. നമ്മൾ രാമായണത്തിലൂടെ പോയപ്പോ കണ്ടതാ, മന്ധരയുടെ കൂട്ടുകെട്ട് കാരണം കൈകേയിക്ക് വന്ന അധപ്പതനം കണ്ടില്ലയോ? അതൊക്കെ വന്നു പോകും നമുക്ക്. അതുകൊണ്ട് ദുർജന സംസർഗം ദൂരെ കളയണം എന്നാണ് രാമായണം നമ്മളോട് പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് പറ്റും? കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കൂട്ടുകെട്ട് മോശമായാൽ സ്വർണത്തേല് അഴുക്ക് പിടിച്ച പോലെ ആയിപ്പോവും. നിങ്ങൾ സ്വർണമാണ്. ആ സ്വർണത്തേൽ അഴുക്ക് പിടിക്കാൻ നിങ്ങൾ ഒരിട കൊടുക്കരുത്. പിന്നെ മൂന്നാമത് എന്താണ്? ധർമ്മഞ്ചര കഴിഞ്ഞ് സ്വാധ്യായാൽ മാ പ്രമദഃ എന്ന് പറഞ്ഞാൽ എന്താ? ആലസ്യവും മടിയൊക്കെ കളഞ്ഞ് നന്നായി പഠിക്കണം.
ഒരു ദിവസവും ഏതെങ്കിലും ഒരു സ്തുതിയോ സ്തോത്രമോ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക്, ഈശ്വരനിലേക്ക്, കാരണം ഈശ്വരനാണ് ഇതിനെല്ലാം നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നത്, എല്ലാം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് ഏതെങ്കിലും ഒന്ന് പഠിക്കണം. പറ്റുമെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഒരാഴ്ച കൊണ്ട് ഒരു ശ്ലോകമെങ്കിലും പഠിക്കണം. നമുക്ക് സമയം ഒരുപാടായി, 10 മിനിറ്റ് കൂടെ അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ നമുക്ക് ഭഗവാന്റെ പാദമലരികളിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ പരിപാടിയിലെ എല്ലാ കാര്യങ്ങളും തന്നെ സമർപ്പിക്കാം. ഇന്ന് കുഞ്ഞുങ്ങള് എല്ലാവരും സഹകരിച്ചതിന് വളരെ സന്തോഷം. സ്തുതികളൊക്കെ ചൊല്ലിയ കുഞ്ഞുങ്ങൾക്ക് പിന്നെയും ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവസരം കിട്ടാതെ പോയവർക്ക് അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും അവസരങ്ങൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഭഗവാന്റെ പാദമലരികളിൽ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി സമർപ്പിച്ചുകൊണ്ട് നിർത്താം. സമർപ്പണത്തിനായിട്ട് കായേന വാച ചൊല്ലുന്നതിലേക്ക് അർപ്പിത് മോനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, എന്നാലും അർപ്പിത് മോൻ ചൊല്ലിയ സമർപ്പിക്കാം മോനെ. അർപ്പിത് കയറിയിട്ടുണ്ടോ? അർപ്പിത് കായേന വാചാ മനസേന്ദ്രേ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണാദേതി സമർപ്പയാമി. ജയശങ്കര, വളരെ സന്തോഷം മോനെ, വളരെ സന്തോഷം. അടുത്തത് ശാന്തി മന്ത്രം ചൊല്ലുന്നതിലേക്ക് ശ്രീനന്ദന മോളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശാന്തി മന്ത്രം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാഃ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കര, വളരെ സന്തോഷം മോനെ. നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. തൈത്തിരീയോപനിഷത്തിലെ വേദവാക്യമായ സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൽ മാ പ്രമദ. 3 കാര്യങ്ങള് നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തില് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഈ വാക്കുകൾ ഓർമ്മ വെച്ച് നിങ്ങളുടെ സമയത്ത്, എല്ലാവർക്കും 24 മണിക്കൂറാണ്, സ്വാധ്യായത്തിന് വീഴ്ച വരുത്താതെ ധർമാചരണത്തിലൂടെ സത്യം പറഞ്ഞുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജ്യോതിഷ്ജിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ സന്തോഷം ഉഷപ്പോളെ, വളരെ നല്ലൊരു ക്ലാസ്, വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടുന്ന് എഴുന്നേറ്റ് പോകാനുള്ള ഒരു മനസ്സ് പോലും തോന്നിയിട്ടുള്ളൂ എന്നുള്ളതാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇന്നത്തെ നമ്മുടെ അതിഥി എങ്ങനെയുണ്ടായിരുന്നു? വളരെ എൻജോയ് ചെയ്തില്ലേ? ലൈവായിട്ട് തന്നെ നമുക്ക് വെക്കാം. ലൈവായിട്ട് തന്നെ നമുക്കൊരു പരിപാടി നമുക്ക് വെക്കാം. 1-2 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സംഘടനയുടെ മറ്റുള്ള ഭാരവാഹികളുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച ശേഷം നമുക്ക് ചെയ്യാം. ഉഷേട്ടത്തിൽ ഇപ്പം UK ലാണുള്ളത്. അവിടുന്ന് വന്ന ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇത് ചെയ്യാം. നിങ്ങളുടെ സ്കൂൾ അടയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ ഏത് സമയത്താണെന്ന് നോക്കിയിട്ട്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പൂർണ്ണമാകുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഒമാൻ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ ശ്രീ അഭിലാഷ് പി നായറിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ അഭിലാഷ് ജി, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇന്ന് ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ കൃത്യസമയത്ത് പങ്കെടുത്ത് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉത്തരങ്ങളും പറയാനും ഒക്കെ കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും അടുത്ത തലമുറയെ നമുക്ക് ഒന്നിച്ച് ശാസ്ത്രബോധമുള്ളവരായിട്ട് വളർത്താൻ നമുക്കൊന്നിച്ച് മുമ്പോട്ട് പോകാം. എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം ചേട്ടത്തി. അഭിലാഷ് കേൾക്കുന്നുണ്ടോ?
അഭിലാഷ് ജി, അങ്കിൾ അഭിലാഷ് ബി നായർ. ഞാൻ ആ മോനെ എവിടെ? പപ്പ എവിടെ? പുറത്തോട്ട് ആയിരിക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ദേവി മൂകാംബികയുടെ കാരുണ്യ കടാക്ഷം അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. അടുത്ത ക്ലാസ്സിന് നമുക്ക് ഇതുപോലെ ഒരു ടീച്ചർ നമുക്ക് നമ്മുടെ ഒരു അതിഥിയായിട്ട് എത്തുന്നുണ്ട്. അവർ നേരത്തെ അവർ വളരെയധികം ഉത്സുകതയാണ് ഈ പരിപാടി പങ്കെടുക്കുവാനായിട്ട്. അതേപോലെ ഒരു 10 മിനിറ്റ് സമയം അവരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത മാസം നമുക്ക് സമയവും സന്ദർഭവും നമുക്ക് പിന്നീട് അറിയിക്കുന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ജയശങ്കര 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 ജയശങ്കര.